ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ? അൽഹംദുലില്ലാഹ്, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. 2 ദിവസം കൊണ്ട് പിന്നും മഴയായിട്ടുണ്ട്. അന്തരീക്ഷമൊക്കെ മൂടിക്കിടക്കുന്നു. പിന്നെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ അല്പം ചെറിയൊരു വീഡിയോ ആണ്. അതായത് രാവിലെ തൊട്ട് ഉച്ച വരെ ഉള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. വീഡിയോ രാവിലെ ഞാൻ എടുത്തില്ലായിരുന്നു, വൈകിട്ട് ഞാൻ 5 മണിക്ക് എടുത്തായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിന് എന്തോ പ്രശ്നമായിരുന്നു. ആദ്യം എഡിറ്റ് ചെയ്തത് മൊത്തം ഡിലീറ്റായിപ്പോയി. എന്താ അത് സ്പേസ് കുറവായിട്ടാണെന്നാണ് തോന്നുന്നത്. മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞാൻ ഒന്നേന്ന് എടുത്ത് റെഡിയായില്ല. വീഡിയോ എല്ലാം ശരിയാക്കി എഡിറ്റ് ചെയ്തൊക്കെ എടുത്തപ്പോൾ തന്നെ 11 മണിയായി. പിന്നെ രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടാമെന്നുള്ള ചിന്തിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇട്ടത്. ഉച്ചയ്ക്ക് ഞാൻ ഇട്ട് ഇന്നലെ ഞാൻ വോയിസിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ 5 മണിക്ക് ശേഷമുള്ള വീഡിയോ ആണെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നിപ്പോൾ രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള വീഡിയോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ രാവിലെ നമുക്ക് കഴിക്കാൻ രാവിലത്തെ കാപ്പി ദോശയും ചമ്മന്തി കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം രാവിലെ ഫുഡ് കഴിച്ചാണ് പോകുന്നത്. അവന് രാവിലെ ചില ദിവസങ്ങളിൽ ഫുഡ് കഴിക്കത്തില്ല. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് വേണ്ടി മാത്രമാണ്. ദത്തൻ ഇവിടെ ഒന്ന് കിടപ്പുണ്ട്. രാവിലെ വിശപ്പ് കൊണ്ട് നിൽക്കുകയാണ്. ഇന്നലെ രാത്രി ഇവിടെ കസേരയിൽ കിടന്ന് ഉറങ്ങിയിട്ട് വെളുപ്പാങ്കാലം പോയിട്ട് ഇപ്പം രാവിലെ പിന്നെയും കയറി വന്നിട്ടുണ്ട്. വേറെ എങ്ങും പോകത്തില്ല. ഇവിടെ സിറ്റ് ഔട്ടിലാണെങ്കിലും കിടക്കും. രാത്രിയൊക്കെ ആകുമ്പം പുറത്ത് പോകുന്നതിന് മൂത്രം ഒഴിക്കാനൊക്കെ പോകുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിന്ന് കരയും, തലയ്ക്കുമായിട്ട് വന്നിന്ന് കരയും, മാമാന്ന് വിളിച്ച്. ജനൽ തുറന്ന് കൊടുക്കുമ്പോൾ ഇറങ്ങിപ്പോകും. ഇന്നലെ 2:30 മണിയൊക്കെ ആവും. ജനൽ തുറന്നപ്പോൾ ഇറങ്ങാതെ അവിടെ തന്നെ ഇരുന്ന്. അത് നല്ല മഴയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാതെ കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമൊക്കെയാണ് നോക്കിയിട്ടൊക്കെയാണ് പിന്നെ ഇറങ്ങിപ്പോയത്. ഇന്നിപ്പോൾ രാവിലെ വന്നിട്ടുണ്ട്. ഇനി മീൻ വേവിച്ച് കൊടുക്കണം. ഇതിനിടയിൽ ഞാൻ കോഴിക്ക് രാവിലെ ഫുഡ് കൊടുത്ത്, കോഴിത്തീറ്റയൊക്കെ കൊടുത്ത്, അവർക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്ത്, പിന്നെ 2 കോഴികളെ ഞാൻ കൂട്ടിൽ മാറ്റിയിട്ടിരുന്നു. അവരെയും കൂടെ മറ്റേ കോഴിയുടെ അടുത്തോട്ടാക്കി. എന്നിട്ടൊക്കെയാണ് ഇങ്ങോട്ട് കയറി വന്നത്. ഇനി മീൻ വാങ്ങിക്കാനായിട്ട് കയറി പോകണം. അപ്പോൾ മാമയെ വിളിച്ചപ്പോൾ മാമ പറഞ്ഞു ഇന്നലെ മീനൊന്നും ഇല്ലായിരുന്നു, അപ്പോൾ ഇന്നിപ്പോൾ മീൻ കൊണ്ടുവരുന്നുണ്ട്, കയറി വരാൻ പറഞ്ഞു. അപ്പം മീൻ മേടിക്കാനായിട്ട് കയറി പോകണം. പിന്നെ ഇത് വെള്ള അരച്ച ചമ്മന്തിയാണ്. അതിൽ ഞാൻ കാന്താരി മുളകും ഇട്ട് അരച്ചതാണ്. 2 ചെറിയ ഉള്ളിയും കാന്താരി മുളകും തേങ്ങയും കൂടി ഉപ്പും കൂടി ഇട്ട് അരച്ചതാണ്. 2-3 ദോശയെ ഞാൻ ചുട്ടിട്ടുള്ളൂ. 2 എണ്ണം ഞാൻ കഴിക്കാൻ എടുത്ത്. എനിക്ക് ദോശയും ചമ്മന്തി കറി ഭയങ്കര ഇഷ്ടമാണ്. ദോശ സാമ്പാറും ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ രാവിലെ കാപ്പിയൊന്നും കുടിക്കൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇനി കഴിച്ചിട്ട് മീൻ വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ച് വന്ന് മീൻ വാങ്ങിച്ച് മത്തിയും മത്തിച്ചാളയും നെത്തോലിയാണ് കൊണ്ടുവന്നത്. പിന്നെ കൊഴിയാള ഉണ്ടായിരുന്നു. ഞാൻ 100 രൂപയ്ക്ക് മത്തിച്ചാളയും പിന്നെ നെത്തോലിയും കൂടെ വാങ്ങിച്ച്. ഇവിടെ മൊത്തം ചക്ക വീണ് നടക്കാൻ പറ്റാത്ത രീതിയിൽ മൊത്തം മഴയും കൂടെ പെയ്തപ്പോൾ ഒട്ടും നടക്കാൻ വയ്യ, തെന്നി പോകുന്നു. അങ്ങനെ ഞാൻ വന്ന് ഇനി നമുക്ക് പുറത്തെ അടുക്കളയിലുള്ള വിശേഷങ്ങൾ കാണാം. ഇന്ന് രാവിലത്തെ ദോശയും കറിയും ഞാൻ അകത്തുണ്ടാക്കി. ഇനി എല്ലാം പുറത്തോട്ട് ഉണ്ടാക്കാം. പുറത്ത് വെച്ച് ഉള്ള അടുക്കളയിൽ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ എടുത്ത വീഡിയോ ഇന്നാണ് ഇട്ടാന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പം ഇന്നിപ്പം ഇവിടെ ചോറെല്ലാം വെളിയിൽ തന്നെ വയ്ക്കാം. മീൻ കറിയല്ല, നെത്തോലി. ഞാനിപ്പം നെത്തോലി കറി വെച്ചാൽ നെത്തോലിയിലെ കറിയിലെ മീനൊന്നും അവൻ കഴിക്കത്തില്ല. അപ്പം അതുകൊണ്ട് നെത്തോലി തോരൻ വയ്ക്കാം. നെത്തോലി തോരനും, അത് മോൾക്ക് നെത്തോലി തോരനാണ് ഇഷ്ടം. അപ്പം നെത്തോലി തോരനും വെച്ച്, ചക്ക ഇരിപ്പുണ്ട്.
ഇന്നാൾ താത്ത മറ്റവിടെ പുള്ളിപ്പച്ചയിൽ നമ്മൾ വാടകയ്ക്ക് താമസിച്ചപ്പോൾ അവിടുത്തെ താത്ത ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അവർ ചക്ക വെട്ടിപ്പറിച്ച് 2 കവറിലായിട്ട് എനിക്ക് കൊണ്ടു തന്നു. അത് ഞാൻ എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചെടുത്ത് വയ്ക്കാം. പിന്നെ അരി അടുപ്പിടാനായിട്ടുള്ള അരി എടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചോറ് വയ്ക്കാം. ചോറ് വെച്ചതിന് ശേഷം പിന്നെ തോരനും വെച്ച് ഇന്നെല്ലാം വെളിയിലടുപ്പിലോട്ട് വയ്ക്കാനുള്ള തീരുമാനത്തിലാണ് ഇങ്ങോട്ട് വെളിയിലോട്ട് വന്നത്. അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മത്തിച്ചാള എടുത്ത് പൊരിച്ച് അത് നെത്തോലി എടുത്ത് തോരനും വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. കറി വെച്ചാൽ അവൻ കഴിക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇത് വിറക് ചൂട് കിട്ടാൻ ഭയങ്കര പാട്. മൊത്തവും മറ്റേ ഉളുത്ത് ഒരു സൈസ് പൊടി കണക്ക് വീഴുന്നു. അതുകൊണ്ട് ഈ പെട്ടെന്ന് കത്തുന്നുണ്ട്. പക്ഷേ ഇത് ചൂടടിക്കാൻ ഭയങ്കര പാടായിരുന്നു. ചിരട്ട ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് ഒത്തിരി ചൂട് കിട്ടുന്നത്. പിന്നെ മത്തിച്ചാളയൊക്കെ ഞാൻ കട്ടിച്ചെടുത്ത് നെത്തോലിയൊക്കെ ഞാൻ ഉള്ളിയെടുത്ത് അപ്പോൾ അതെല്ലാം തന്നെ ഇവിടെ റെഡിയാക്കി പൊരിക്കാനുള്ള പൊരിക്കാൻ ഞാൻ ചേർക്കുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ പുരട്ടി വയ്ക്കാം. കുറച്ച് നേരം അവിടെ ഇരുന്ന് അരപ്പ് പിടിച്ചതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. 12:45 തന്നെ അരി തോരയും വെന്തിട്ടില്ല. അപ്പോൾ നല്ലോണം ഇനി ചൂടടിച്ച് ആയാലേ ഇനി പെട്ടെന്ന് വേവത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഞാൻ ചക്കയൊക്കെ അരിഞ്ഞെടുത്ത് ചക്ക ഇനി ഗ്യാസിൽ കൊണ്ടുവന്ന് വയ്ക്കുക, അകത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. മീനും അതിൽ വറുക്കാം, അല്ലെങ്കിൽ അവന് സമയത്ത് കൊടുക്കാക്കത്തില്ല. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ വന്ന് നമസ്കരിച്ച് ചോറും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ നമസ്കരിക്കാൻ കയറി. നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പം. പിന്നെ ഞങ്ങളുടെയൊക്കെ മഴയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ കൊല്ലം ജില്ല കടയ്ക്കലാണ് നമ്മൾ താമസിക്കുന്നത്. കടയ്ക്കൽ പാങ്ങൽകാട്. ഇവിടെയൊക്കെ നല്ല മഴയുണ്ട്. അപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. പിന്നെ അരപ്പെല്ലാം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നെത്തോലി തോരൻ വയ്ക്കാം. നെത്തോലി തോരൻ വയ്ക്കുന്നതിന് വേണ്ടി ഞാൻ അതിൽ ചേർക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നെത്തോലിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ചക്കയെല്ലാം റെഡിയാക്കി വെച്ച്, പിന്നെ അരി ഇവിടെ കിടന്ന് നീങ്ങുന്നതേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. ഇപ്പം തന്നെ മണി 12:45. ചോറ് വെന്തിട്ട് വേണം അവൻ കഴിച്ചിട്ട് പോകാനുള്ളത്. അതിനിടയിൽ ഞാൻ നെത്തോലി തോരൻ വയ്ക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച്. അപ്പം നെത്തോലി തോരന് ഞാൻ എടുത്തത് കാന്താരി പച്ചമുളകും കരിവേപ്പിലയും പിന്നെ തേങ്ങയും ഒരു 2 കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും ചെറിയ ഉള്ളിയും 3-4 കഷ്ണം ചെറിയ ഉള്ളിയും ഇതാണ് ഞാൻ എടുത്ത് ഞാൻ അതിൻ്റെ കൂടെ പച്ചമുളക് പകരം എടുത്ത് ഞാൻ കാന്താരി പച്ചമുളകാണ്. അപ്പോൾ അത് കൂടെ നല്ല മണം കിട്ടും. അതെടുത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെത്തോലി തോരൻ വയ്ക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ചട്ടി വെച്ചതിൽ ഞാൻ ഉലുവ ഇട്ട് കൊടുത്ത്, കടുകെല്ലാം ഇടുന്നത് ഉലുവയാണ് ഇട്ട് കൊടുത്തത്. ഉലുവ ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത്, അത് കരിവേപ്പിലയും കൂടെ ഒന്ന് വാടി വന്നതിന് ശേഷം അരപ്പ് മീനിടുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ മോൻ വിളിച്ചങ്ങനെ അകത്ത് കയറി വന്നു വെട്ടൈ. അതിനിടയിൽ മുകളിൽ അപ്പുറത്തെ വീട്ടിൽ പോയി അവിടെ ഒരു പൂച്ചയുണ്ട്, പെൺപൂച്ചയുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നു. എന്നെ മോൻ കിടന്ന് വിളിച്ച്. അങ്ങനെ അതിന് സിറ്റൗട്ടിൽ വന്നു. അതുകൊണ്ട് നെത്തോലി ഇട്ടത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ കമ്പെടുത്ത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ അടിക്കും, ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ അടിക്കും, ഞാൻ അടിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ബാക്ക് സൈഡിൽ വന്നപ്പോൾ വിളിച്ച് വരുന്നു. എന്നെ അടിക്കല്ലേ ഉമ്മ എന്നുള്ള രീതിക്ക് വരുന്നു. പേടിയാണ് എന്നെ അടിക്കുമെന്നറിയാമവന്. അങ്ങനെ നെത്തോലി തോരനെല്ലാം ഞാൻ
അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി രസം വെക്കാനായിട്ട് നോക്കാം. രസം ഞാൻ വെക്കുന്നത് ഇതിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടി ചേർക്കുന്നുണ്ട്, മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കുന്നില്ല. കാന്താരി പച്ചമുളക് ഇട്ട് ഞാൻ കാന്താരി രസമാണ് ഞാൻ വെക്കുന്നത്. അതിന് വേണ്ടി പുളി, നല്ല കഷ്ണം ചെറിയ ഉള്ളി, ഉപ്പ്, അതിൻ്റെ കൂടെ ഉലുവ, പിന്നെ കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് രസം പുളി ഞാൻ കൂടെ ഇട്ട് അരയ്ക്കും. അപ്പം അതാണ് നല്ല ടേസ്റ്റാണ്. അപ്പം വെള്ള കാന്താരി രസവും ഞാൻ വെക്കുന്നത്, മുളക് പൊടി മല്ലിപ്പൊടിയും ഒന്നും ചേർക്കാത്ത രസം. അപ്പോൾ 2 കുരുമുളക് എൻ്റെ കയ്യിൽ 2-3 എണ്ണേ ഉള്ളായിരുന്നു, തീർന്നു പോയി. അപ്പോൾ അത് ഞാൻ ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് രസത്തിനുള്ള എല്ലാം ഞാൻ നല്ലതുപോലെ പേസ്റ്റാക്കി നല്ലോണം ഞാൻ അരച്ചെടുത്ത് വെള്ളം ചേർത്ത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫോണിന് ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന് അറിയാൻ വയ്യ, സ്പേസ് കാണിക്കുന്നില്ല. അപ്പം ഇടയ്ക്ക് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പം സ്റ്റോപ്പ് ചെയ്തങ്ങ് നിന്ന് പോയായിരുന്നു. ഈ ഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു കഥയാണ്. ഈ ഫോൺ കളഞ്ഞു പോയി അത് തിരിച്ച് കിട്ടിയതാണ്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ വിശദീകരിച്ച് പറയാം അതെന്താണെന്നൊക്കെ ഉള്ളത്. ഇപ്പം അങ്ങനെ രസത്തിനുള്ള വെള്ളം എല്ലാം ഞാൻ ചേർത്ത് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം രസം നല്ലോണം തിളച്ച് വന്നതിന് ശേഷം നിങ്ങൾ വീട്ടിൽ ഈ രസം ഒന്ന് വെച്ച് നോക്കണേ. കാന്താരി മുളകും കരിവേപ്പില, ഉലുവ, ചെറിയ ഉള്ളി, ഉപ്പ്, പുളി ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ അരച്ച്. ഇപ്പോൾ കാന്താരി ഉള്ള സമയമാണല്ലോ, ഇപ്പോൾ എല്ലായിടത്തും കാന്താരി ഉണ്ട്. കാന്താരി ഞാൻ പെരുന്നാളിന് വീട്ടിൽ മാമിയുടെ വീട്ടിൽ മാമി നിർപ്പോൾ എൻ്റെ അമ്മായിയമ്മയുടെ വീട്ടിൽ പോയപ്പോൾ മാമി എനിക്ക് അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കാന്താരി മുളക് എനിക്ക് തന്നതാണ്, പറിച്ച് വെച്ചിട്ട് എനിക്ക് കുറച്ച് തന്നതാണ് അവർ. അപ്പോൾ അത് ആണ് ഞാൻ എടുത്തത്. അവിടെ ഉണ്ടായിരുന്നു മുകളിൽ അവരുടെ പെരയിടത്തിൽ തോനയും പിടിച്ച് നിൽക്കുന്നെന്ന് പറഞ്ഞ് അങ്ങനെ മാമി കുറേ എനിക്ക് പറിച്ച് തന്നു. ചക്കയ്ക്ക് അരയ്ക്കാൻ നല്ലതാണ്. അപ്പോൾ രസമെല്ലാം ഞാൻ ശരിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ രസം ഒന്ന് വെച്ച് നോക്കണേ. അതുപോലെ ചക്കയും ഞാൻ മീൻ വറുത്തതും അകത്ത് ഗ്യാസിൽ വെച്ചാണ് ശരിയാക്കി എടുത്തത്. അല്ലാതെ സമയത്ത് നടക്കില്ല. ഒന്നാമത്തെ കാര്യം അടുപ്പിന് തീക്ക് ചൂടില്ല. അപ്പോൾ രസം ഞാൻ വെളിയിൽ വെച്ച് ഇന്നത്തെ ഒരു തോരനും കൂടെ വെച്ച് ചക്കയും മീൻ വറുത്തതും ഞാൻ അകത്ത് വെച്ച് വറുത്തതാണ്. എന്നിട്ട് ഇതെടുത്ത് മാറ്റി കലവും ചോറുമൊക്കെ എടുത്ത് മാറ്റിയിട്ടാണ് ഞാൻ രസവും തോരനും വെച്ചത്. അതിനിടയിൽ മാങ്ങ വാങ്ങിക്കൊണ്ടുവന്നു, അതൊക്കെ കണ്ടിച്ചൊക്കെ കൊടുത്ത്. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. നാളത്തെ വീഡിയോ കാണും വരെയും അസ്സലാമു അലൈക്കും.